അതായത് ഇപ്പോ രണ്ടുപേര് തമ്മിൽ ഒരു മുറിയിൽ കാണാമെന്ന് തീരുമാനിക്കുന്നു. പെൺകുട്ടി ചിലപ്പോൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇരിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി പ്രകടനം, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അതെനിക്ക് ലൈക്ക് ചെറിയ രീതിയിൽ ഒരു കിസ്സിങ്ങോ ഹഗിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സ്ത്രീ വരുന്നത്. രാഹുലിനെ 18 ദിവസം ജയിലിൽ ഇട്ടതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളുണ്ട്. ആ ആളുടെ പേര് ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ റിനി ആൻഡ് ജോർജ് എന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 12 മണിക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് സീക്രട്ട് ചാറ്റിൽ വരാനായിട്ട് ഇവർ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലിനോട്. അപ്പം അത്തരത്തിലുള്ള ഒരു അടുപ്പം രാഹുൽ മാങ്കൂട്ടവും റിനി ആൻഡ് ജോർജും തമ്മിൽ ഉണ്ട് എന്നത് അതിലൂടെ വ്യക്തമാണ്. പക്ഷെ രാഹുൽ ഇതിനൊന്നും വഴങ്ങിയില്ല. നമ്മളിപ്പോൾ തുടക്കത്തിൽ തന്നെ റിനിയുടെ ഒരു ഇന്റർവ്യൂയുടെ ചെറിയൊരു കട്ട് പീസാണ് നമ്മൾ കാണിച്ചത്. എന്താണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക? അതായത് ഈ വീഡിയോയിലൂടെ ചെറിയൊരു വീഡിയോ ആണെങ്കിൽ അതിന് ഭയങ്കര അർത്ഥമുണ്ട്. ഇപ്രാവശ്യം നിയമസഭ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷനിൽ വന്ന ഹിറ്റായ ഒരു പാട്ടുണ്ട്. അതെന്താണ്? KTA സ്വർണം ചെമ്പായി മാറ്റിയെന്ന് പറയുന്നത്. അത് കേരളം മുഴുവൻ ലോകം മുഴുവൻ വ്യാപിച്ച സ്ഥാനമാണ്. ചെറുതാണ്, തകർത്ത് കളഞ്ഞു LDFനെ. അത് വഴി ഒരു 5% 7% വരെ വോട്ട് മറിഞ്ഞതാണ് സർവേ വന്നിരിക്കുന്നത്. ഇതേപോലെയാണ് ഈ പറയുന്ന ഈ റിനി ജോർജിന്റെ ഈ പറയുന്ന സംഭാഷണം. ആ സംഭാഷണത്തിൽ വളരെ വ്യക്തമാണ് അവർ എന്താണ് ഇന്നലെ വരെ പറഞ്ഞത് അത് കംപ്ലീറ്റ് അല്ലാതാക്കുന്ന അവരുടെ ക്യാരക്ടർ ആണ് അതെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവർ ഒരു റൂമിൽ കയറിയാൽ അവർ ഹഗ് ചെയ്യുക, അങ്ങനെ ഇതാവുക. പിന്നെ ഒരു ഹഗ് ചെയ്യുമ്പം ഒരു റൂമിലിരിക്കുമ്പം സ്വാഭാവികമായിട്ടുള്ള ഒരു അന്തരീക്ഷം വരുമ്പം പിന്നെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞേണ്ട ആവശ്യമുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് ഹഗ് ചെയ്യണം, രാഹുൽ മാങ്കൂട്ട് കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ വന്നാൽ മനുഷ്യനല്ലേ, പലതരത്തിലുള്ള ആൾക്കാരല്ലേ. അപ്പൊ അദ്ദേഹത്തെ അതിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്ന് ഇത്തരത്തിൽ കാണിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടം പല പെൺകുട്ടികളെയും നശിപ്പിച്ചു എന്ന് പറഞ്ഞ് പരസ്യമായി രംഗത്ത് വന്ന ഈ റിനി ജോർജിലെ 1-ാം പ്രതിയിനകത്ത്. അപ്പൊ ഈ പിന്നിലുള്ള സംഭവത്തിൽ ഇപ്പോൾ ശ്രീനാമ കുഞ്ഞമ്മ പറഞ്ഞ എന്താ, അതേപോലെ ഫെനി നൈനാൻ പറഞ്ഞ എന്താ, ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഗൂഢാലോചന നടത്തിയതിൽ മുഖ്യ പ്രതി ആരാണ്? റിനി ജോർജ് ആണെന്നാണ്. അപ്പൊ അതിന് തെളിയിക്കുന്ന ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പറയുന്ന റിനി ജോർജ് ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്നുള്ള ഇനി വേറെ അന്വേഷിക്കാൻ പോകേണ്ട യാതൊരു ആവശ്യമേ ഇല്ല. റിനി ആൻഡ് ജോർജിന് അസൂയായിരുന്നു. ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒറ്റയ്ക്ക് കിട്ടാത്തതിലുള്ള വേറെ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ മനഃശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പഠിച്ചിടത്തോളം അതിൽ ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ആ കുട്ടി എല്ലാ തരത്തിലും അയാളുമായി മിങ്കിൾ ചെയ്യുമ്പോൾ വേറൊരു പെൺകുട്ടിയുമായി അയാൾ അടുപ്പമുണ്ടെന്ന് പറയുന്ന ഒരു വരി മതി അത് സ്പോയിൽ ചെയ്യാൻ. പിന്നെ ഇവർ ഏതറ്റം വരെ പോയി നശിപ്പിക്കാൻ പോകും. എൻ്റെ അടുത്ത് ചില പോലീസ് ഓഫീസർമാർ വന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പം മുതൽ ഞാൻ പോലീസായിട്ടുള്ള ബന്ധം 1981 വരെ നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഉള്ള ബന്ധങ്ങളുണ്ട്. ഞാൻ പോലീസ് ലെവലിൽ ഉന്നത DGP മുതൽ താഴെ വരെയുള്ള ആളുകളിൽ അടുത്ത ബന്ധമുണ്ടാകും. ഏറ്റവും സ്റ്റേഷനിലുള്ള ആളുകളാണ്, പോലീസ് സ്റ്റേഷനിലുള്ള എത്ര ഉദ്യോഗസ്ഥന്മാർ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ സ്നേഹിക്കാമെന്ന് പറഞ്ഞ അയാൾ അതാക്കിയൊരു അവസാനം എൻ്റെ ഭർത്താവ് വേറൊരു പെണ്ണുമായിട്ട് ഇതാണ് എന്നാണ് പറയാറ്. അപ്പോൾ ഞാൻ എന്തിനും തയ്യാറാണ്, അയാളെ നശിപ്പിക്കണം, കേസെടുക്കണം. എന്നിട്ട് ഈ പോലീസ് ഓഫീസർമാർ ഈ പെൺകുട്ടികൾ ദുരുപയോഗം ചെയ്ത എത്രയോ സംഭവങ്ങളുണ്ട്. അവരാവശ്യം എന്താ? ഏതറ്റം വരെ പോയിട്ട് ഇയാളെ പിടിച്ച് ആത്താക്കണം എന്നുള്ള പെണ്ണിന്റെ വൈരാഗ്യ ബുദ്ധി എന്ന് പറയുന്നത് അതാണ്. സ്വന്തം ഭർത്താവായാലും വേണ്ടില്ല, കാമുകനായാലും വേണ്ടില്ല, തങ്ങളുടെ കസ്റ്റഡിയിലല്ല എന്ന് വേണ്ടാൽ ചില പെൺകുട്ടികളുടെ മനഃശാസ്ത്രം അതാണ്. അവർ എന്ത് തരത്തിലുള്ള ആളെ കൊന്നിട്ട് പോലും അല്ലെങ്കിൽ കേസിൽ കുടുക്കിയിട്ട് പോലും ഏത് കള്ളക്കേസിന് പോലും അവർ തയ്യാറാണ്. അതുപോലെയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള കേസുകളെല്ലാം തന്നെ. ഈ കേസുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 3-4 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ. ഒന്ന്, ഇതില് അതിജീവിതകൾ എന്ന് നമ്മൾ 3 പേരെ വിളിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ പീഡനം അനുഭവിക്കുന്നുണ്ട്, ഇരകളൊക്കെ ആവുന്നുണ്ട്. പുരുഷന്മാർ തന്നെ പീഡിപ്പിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. പക്ഷെ ഈ സ്ത്രീകളെ, ഈ 3 പേരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ലൈംഗികത ആഗ്രഹിച്ച അതുമായി ബന്ധപ്പെട്ടിട്ട് ഹോട്ടൽ മുറികളിലൊക്കെ പോയിട്ടുള്ള സ്ത്രീകളാണ്. ഇവരെ യഥാർത്ഥത്തിൽ നമ്മൾ അതിജീവിതകൾ എന്ന് വിളിക്കണോ എന്നുള്ളൊരു സംശയം രൂപപ്പെടുന്നുണ്ട്. അല്ല, ഈ കേസിന്റെ വിധി വന്ന ശേഷം നമ്മൾ വ്യക്തമായ തെളിവുകൾ വന്ന ശേഷം ഞാനൊക്കെ ഒരു കേസിനെ എൻ്റർ ചെയ്യുന്നത് ആ കേസിന്റെ മെറിറ്റ് നോക്കിയിട്ടാണ്. ഈ 3 കേസുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് ഈ 3 അതിജീവിതകളും അതിജീവിതകളല്ല, അവർ യഥാർത്ഥ പ്രതികളാണ്. പ്രതികൾ എന്ന് പറഞ്ഞാൽ ഇവർ കള്ളപ്പരാതി കൊടുത്തിരിക്കുകയാണ്.
ബലാത്സംഗത്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം ഇവർ കിടപ്പറ പങ്കിട്ട ശേഷം പിന്നീട് ഇവർ മനസ്സിലാക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേറെയും ബന്ധമുണ്ട്. അത് വർഷങ്ങൾക്ക് ശേഷം ഇവർ പരാതി കൊടുക്കുകയാണ്. ഈ പരാതി കൊടുക്കുന്നത് എന്നാണ് ഈ തരത്തിലുള്ള ബലാത്സംഗം നടന്നാൽ ഓൺ ദ സ്പോട്ടാണ്. എന്നിട്ട് മെഡിക്കൽ ടെസ്റ്റ് നടത്തണം. ഈ മെഡിക്കൽ ടെസ്റ്റ് നടത്തുന്നില്ല എങ്കിൽ ഭർത്താവുള്ള സ്ത്രീകളാവുമ്പോൾ അതെങ്ങനെ പിന്നെ ബലാത്സംഗമാണ് തെളിയിക്കാൻ പറ്റും? അതിന് ആ സമയത്ത് തന്നെ ബലാത്സംഗത്തിന് കേസെടുത്ത് മെഡിക്കൽ ടെസ്റ്റ് നടത്തുമ്പോൾ മാത്രമാണ് വാലിഡ് ആയിട്ട് തെളിയിക്കാൻ പറ്റുള്ളൂ. പിന്നീട് മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞ ശേഷം വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവരുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേറെ പെൺകുട്ടികളുമായി ഇഷ്ടത്തിലാണെന്നും ഇങ്ങനെ ഇടപെടുന്നുണ്ടെന്നും മനസ്സിലാക്കി അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 പേരും കള്ളക്കേസ് കൊടുത്തത്. 2 പേരെന്ന് പറയാൻ പറ്റും. ഒന്നാമത്തെ ആളും മൂന്നാമത്തെ ആള് സമാന സ്വഭാവമുള്ള ആളാണ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരാൾ വിദേശത്താണ്, മറ്റാൾ ഇവിടെ കേരളത്തിലുള്ള ഒരു വലിയ ചാനലിലെ ആങ്കറാണ്, അവതാരികയാണ്. അവരുടെ ഭർത്താവ് പാലക്കാടുള്ള സമയത്താണ് പാലക്കാടുള്ള ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അവരുമായി യാതൊരു തരം തർക്കത്തിലും ഇല്ലാതിരിക്കെ രാഹുൽ മാങ്കൂട്ടുമായി ആ പെൺകുട്ടി ബന്ധപ്പെടുന്നതും ആ ബന്ധത്തിൽ ഒരു കുട്ടി ജനിച്ചു എന്ന് ഗർഭിണിയാകുന്നതും പിന്നീട് ഗർഭചിത്രം നടത്തണം എന്ന് പറയുന്ന കഥ ഉണ്ടാവുന്നത്. ഒരു കുഞ്ഞ് വേണം എന്ന് പറയുമ്പോൾ ഇവരാരാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ? സ്വന്തം ഭർത്താവുള്ളപ്പോൾ ഇവരങ്ങനെ ഭർത്താവിനെ ചതിച്ചിട്ടല്ലേ? അവർക്കെതിരെയല്ലേ ശരിക്കും കേസ് വരുന്നത്? ഇപ്പോൾ എന്താ ഉണ്ടാവുന്നത്? രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ആ പെൺകുട്ടി തന്നെ പറഞ്ഞത് ഞാൻ KPCC പ്രസിഡന്റിന് പരാതി കൊടുത്തു. 23 വയസ്സുള്ള ബാംഗ്ലൂരിലെ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ KPCC പ്രസിഡന്റിന് പരാതി കൊടുത്തു, അവരറിയാൻ വേണ്ടി ഞാൻ കൊടുത്താണ്, നിങ്ങൾക്ക് ഞാൻ പോലീസിന് പരാതി നൽകിയില്ല, ഞാൻ 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനും തയ്യാറില്ല. മൂന്നാമത്തെ പെൺകുട്ടീന്റെ കാര്യം എന്താ? ആ പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഡോക്ടറായ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് എവിടുന്നാ വരുന്നത്? കാനഡയിൽ നിന്ന് വരികയാണ്. കാനഡയിൽ നിന്ന് വന്ന് അവരെന്നെ റൂമെടുത്ത് അവിടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തി. ഇതിനകത്ത് പറഞ്ഞെന്താ അറിയോ? വിധിയിൽ പറയുന്ന എന്താ അറിയോ? അതൊന്ന് വായിക്കേണ്ടതാണ്. The circumstances leading to the meeting between the petitioner and the survivor in privacy, even if stated to have been as suggested by the petitioner, are matters of evidence which require adjudication at the stage of trial. The statement of survivor further discloses that she had voluntarily met the petitioner for a private interaction, notwithstanding the fact that they had never met earlier in person and their acquaintance was confined only to a communication through social media, telephonic conversations and WhatsApp messages. Voluntarily. അതായത് ആരാണ് മുൻകൈ എടുത്തത്? നിർബന്ധപൂർവം അതിനകത്ത് എല്ലാം ഉണ്ട്. നിർബന്ധപൂർവം കാനഡയിൽ നിൽക്കുന്ന ആ യുവതി ഭർത്താവിനെ വഞ്ചിച്ച് ഇന്ത്യയിൽ ടിക്കറ്റ് എടുത്ത് വന്ന് തിരുവല്ലയിൽ വന്ന് റൂമെടുത്ത് നിർബന്ധപൂർവ്വം രാഹുൽ മാങ്കൂട്ടത്തിനെ അവർക്കുണ്ടാവുന്ന ആരാധന കൊണ്ടാണോ വേറെന്ത് കൊണ്ടാണോ അറിയില്ല, വല്ലാത്തൊരു അഭിനിവേശത്തിൽ വിളിച്ചു വരുത്തി. എന്നിട്ട് അവർ എല്ലാം ബന്ധപ്പെട്ട ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പോലും അന്നൊന്നും കൊടുക്കാതെ വീണ്ടും അവർ വാട്സപ്പ് സന്ദേശം വഴി ബന്ധപ്പെടുകയും പിന്നെ അവർ രണ്ടുപേരും അറിയുന്നൊരു കാര്യം അദ്ദേഹം ഫോൺ ബ്ലോക്ക് ചെയ്തോട് കൂടിയിട്ട് മൂന്നാമതൊരാളിലേക്ക് കൊടുക്കുകയും അയാളോട് പറയാണ് എനിക്ക് എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം രാത്രി ഒരു 3 മണിക്കൂർ താമസിക്കാനുള്ള ഫ്ലാറ്റിൽ താമസിക്കാനുള്ള ഒറ്റയ്ക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തരണം എന്ന് പറയുന്ന അവിടെയാണ് ചോദ്യം വരുന്നത്. ഈ രീതിയിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ അവർക്കൊരു പേടി ഉണ്ടാവില്ല? വീണ്ടും അയാളുടെ കൂടെ ഒരു ഫ്ലാറ്റിൽ ഒന്ന് ജസ്റ്റ് സംസാരിക്കാൻ തന്നെ പേടി ഉണ്ടാവും. അല്ല, അത് തന്നെയാണ് കോടതി പറഞ്ഞത്. ഈ കോടതി വലിച്ചെറിഞ്ഞത്, ഈ ചവറ്റുകൊട്ടയിൽ കയറുന്നത് ഒന്നാമത്തെ കാര്യം എന്താ? ഇതാണ് കാര്യം. ഇതിനകത്ത് അവരെ സമ്മതത്തോടെ, അവരെ താല്പര്യത്തോടെ, അവരെ നിർബന്ധത്തിന് വഴങ്ങി എന്നാണ് പറയുന്നത്. പിന്നെന്ത് ബലാത്സംഗാണ്? അപ്പൊ ഇത് ഉണ്ടാക്കിയത് ആരാണ്? റെനിയാർ ജോർജിനെ പോലുള്ള പലതരത്തിലുള്ള ആളുകൾ വന്നാലും ഈ ഗവൺമെന്റ് ഇത്തരം കള്ളക്കേസ് എടുക്കാൻ പാടുണ്ട്. ഒരു MLA അല്ലേ? MLAക്കെതിരെ സാധാരണ ആരായിക്കോട്ടെ ഇത്തരത്തിൽ പരാതികൾ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി പരിശോധിച്ച് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഇത്തരത്തിൽ ബലാത്സംഗ കേസുകൾ, കള്ളക്കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ നിയമങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് സൗകര്യം ഇങ്ങനെ കൂടുതൽ അവർക്ക് എല്ലാ തരത്തിലുള്ള ആനുകൂല്യമുണ്ടെന്ന് കരുതി അവർ ഇത്തരത്തിൽ അത് കള്ളക്കേസിൽ കൊടുക്കി ഭർത്താക്കന്മാരെയും പുരുഷന്മാരെയും കൊടുക്കുകയാണ്. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ഈ പരാതി പ്രതികളായ ആളുകളുടെ വാദം കേട്ട് അതിൽ സത്യാവസ്ഥ ഉണ്ടോ നോക്കിയിട്ട് മാത്രമേ ബലാത്സംഗ കേസിൽ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ള സുപ്രീം കോടതി വിധിയുണ്ട്. മാത്രമല്ല, വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ ഒരു ബലാത്സംഗം നടന്ന ബലാത്സംഗമല്ല, ശാരീരിക ബന്ധം പുലർത്തി കഴിഞ്ഞാൽ ബലാത്സംഗമല്ല എന്ന്
ജസ്റ്റിസ് നാഗരത്നയുടെ സുപ്രധാന വിധി 2026 ജനുവരി 8 സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ. ഇത്തരം വിധികൾ ഉണ്ടായിരിക്കെയാണ് ഈ ഗവൺമെന്റ് ഒരാളെ ഒരു പരാതി കിട്ടിയ ഉടൻ തന്നെ ഇമെയിൽ വഴിയുന്ന പരാതി, അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തില്ല, സൈൻ ഇല്ല, മാത്രമല്ല അവരെ മെഡിക്കൽ ടെസ്റ്റ് നടത്താതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതോ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അറസ്റ്റ് മെമ്മോ ഇല്ലാതെ, ഗ്രൗണ്ട് കൊടുക്കാതെ, ഇൻസ്പെക്ഷൻ മെമ്മോ കൊടുക്കാതെ അയാളെ പിടിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി അതിന്റെ പറയുന്നത്. നമ്മൾ കേട്ട പത്തനംതിട്ടയ്ക്കാണ്. എന്നിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി തിരിച്ച് പത്തനംതിട്ടയിൽ കൊണ്ടുപോയിട്ട് അയാളെ ജയിലിൽ അടക്കുകയാണ്. അയാളെ എല്ലാ സൗകര്യങ്ങളും നിശ്ചയിച്ച് മജിസ്ട്രേറ്റിനെ പിടിച്ച് വേണം ശരിക്കും കേസ് കൊടുക്കേണ്ടത്. മജിസ്ട്രേറ്റ് ഇത്തരം കാര്യങ്ങൾ വളരെ ജാഗ്രത പുലർത്തുമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ആ മജിസ്ട്രേറ്റ് ഈ വിധി പറയേണ്ടത് മജിസ്ട്രേറ്റ് ആയിരുന്നു. അതേ ഗ്രൗണ്ട് അതേ തെളിവുള്ള മജിസ്ട്രേറ്റ് ഇത് വിധി പറയാതെ ഇത്തരം തെളിവുകൾ ഈ ജഡ്ജ് വളരെ മാഗ്ന കാർട്ട എന്ന് പറയാൻ പറ്റും. അതായത് ഈ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു മാഗ്ന കാർട്ടയാണ് ഈ വിധി എന്ന് പറയാൻ പറ്റും. ഒരു കള്ളക്കേസിന് മേലിൽ ബലാത്സംഗം എന്ന് പറഞ്ഞിട്ട് കോടതി പോകാൻ പറ്റാത്ത വിധത്തിലുള്ള വിധിയാണിത്. വളരെ കൂലങ്കുഷമായി, വസ്തുതാപരമായി, നിയമപരമായി ഇത് ബലാത്സംഗമല്ല എന്ന് മാത്രമല്ല, ഇത് നിയമവിരുദ്ധമായ അറസ്റ്റാണ്, നിയമപരമല്ലാത്ത പരാതിയാണ് എന്ന് വിധിച്ചിരിക്കുകയാണ്. ഇതിലിപ്പോ കോടതി ചോദിക്കുന്നുണ്ട്, പരാതി അല്ല ഈ സംഭവം നടന്നിട്ട് ഒരുപാട് നാള് കഴിഞ്ഞിട്ടാണ് ഇവർ പരാതിയായിട്ട് വരുന്നത്, എന്തുകൊണ്ട് ഇത്ര വൈകി എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള കാരണം പോലും ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അല്ല, ഇതില് ഒരു കാരണവും ഇല്ല എന്ന് കോടതി പറഞ്ഞു. മാത്രം ആ സ്ത്രീയാണ് കുറ്റക്കാരി, ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അവരാണ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവുമില്ല, അവർ ഡിവോഴ്സ് നോട്ടീസ് നൽകിയില്ല, പിന്നെ ഇങ്ങനെയാണ് ഇതാവുന്നത്. അല്ല, ഇങ്ങനെ ഒരു സംഭവം തന്നിട്ട് അവർക്ക് അന്ന് എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് എന്താ ഇയാളെ ബ്ലോക്ക് ചെയ്യും, ഇയാളുടെ അടുത്ത് സംസാരിക്കാതിരിക്കും. ഇവര് പക്ഷേ സംസാരിച്ചു എന്ന് മാത്രമല്ല വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുകയും ചെയ്തതെന്ന് പറയുന്നുണ്ട്. സംസാരിച്ച ഫ്രണ്ട്ലി എന്നുള്ള അവര് വഴിയിൽ നടക്കുകയായിരുന്നു, ഭ്രാന്ത് പിടിച്ച പോലെ വഴി നടക്കുകയായിരുന്നു. അപ്പൊ ഇത് ബലാത്സംഗ കേസ് അല്ലാതെ മാത്രമല്ല ഗവൺമെന്റ് കുറ്റവാളിയാണ്. ഒന്നാം പ്രതി പിണറായി വിജയനാണ്. കാരണം ഈ പെൺകുട്ടിയുടെ ഓഡിയോ സന്ദേശം വിളിച്ചു വരുത്തിയ ഓഡിയോ സന്ദേശം കൈക്കലാക്കി അത് വെച്ചിട്ടാണ് അർദ്ധരാത്രി 12:30 മണിക്ക് ഒരു MLA അറസ്റ്റ് ചെയ്യുന്നത്. എത്ര നിയമവിരുദ്ധമായി കഴിഞ്ഞാൽ കാടത്തമല്ലേ നടത്തിയത്. അപ്പൊ ഈ വിധത്തിൽ നോക്കുമ്പോൾ ഇത് തിരിച്ച് കേസ് ഈ അതിജീവിതകൾക്കെതിരെ കേസ് നിലനിൽക്കും. മാത്രമല്ല ഏറ്റവും ചുരുങ്ങിയത് പിന്നെ ഈ 10 വർഷം തടവ് ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരും. കാരണം 192 എന്ന CRPC ഉള്ള വകുപ്പുണ്ട്. പഴയ കാലത്തുള്ള കേസായതുകൊണ്ട് 192 199 എന്ന് പറഞ്ഞ 2 വകുപ്പുണ്ട്. ആ വകുപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് തരം കേസിലാണോ കള്ളമൊഴിയും കള്ളത്തെളിവും കൊടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്, ആ കള്ളത്തെളിവിൽ പ്രകാരം എത്ര വർഷമാണോ ശിക്ഷിക്കുന്നത് അത്രയും വർഷം ആര് ശിക്ഷ വാങ്ങണം? പരാതിക്കാര് വാങ്ങണം. അതായത് ഈ പെൺകുട്ടികൾ നിർബന്ധമായിട്ടും ആ ശിക്ഷ വാങ്ങണം. കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇതേപോലെ കള്ളത്തെളിവിന് കൂട്ടുനിന്നതിന് അവരും പ്രതികളായി മാറും. അപ്പം ഇതില് കള്ളക്കേസ് എടുത്ത പോലീസുകാരും കള്ളത്തെളിവെടുത്ത പെൺകുട്ടികൾ മാത്രമല്ല, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് MLA എന്നുള്ള നിലയിൽ ഒരു MLA പ്രത്യേകം നോക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹത്തിന് പരീക്ഷ നോക്കേണ്ടതുണ്ട്. അത് നോക്കാതെ പിണറായി വിജയൻ നേരിട്ട് ഓർഡർ കൊടുത്തിട്ടാണ് ആ 3ാമത്തെ പരാതിയിൽ അറസ്റ്റ് ചെയ്തതെന്ന് കൃത്യമായി പുറത്തു വന്നിട്ടുണ്ട്. അതെ, ഉമ്മൻചാണ്ടി എങ്ങനെയാണോ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് നശിപ്പിച്ചത്, അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തെ അദ്ദേഹത്തിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം തടയാൻ വേണ്ടി, ജനങ്ങളെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി, അല്ലെ സ്വർണ്ണക്കൊള്ള മാറ്റാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു നാടകമാണത്. പൊട്ടിപ്പൊളിഞ്ഞു മാത്രമല്ല തിരിച്ചടിയെ മാറിയിരിക്കുകയാണ്. പിണറായിക്കെതിരെ കേസ് കൊടുത്താൽ, രാഹുൽ മാങ്കൂട്ടൻ കേസ് കൊടുത്താൽ നിലനിൽക്കുന്നതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിണറായി വിജയൻ ഈ ബലാത്സംഗ കേസിൽ എത്ര വർഷം രാഹുൽ മാങ്കൂട്ടൻ ജയിലിൽ കിടക്കേണ്ടിയിരുന്നോ അത്രയും വർഷം പിണറായി വിജയനും ശരിക്കും നിയമപ്രകാരം ജയിലിൽ കിടക്കണം. ബഹുമാന്യനായിട്ടുള്ള പിണറായി വിജയൻ സഖാവിന്റെ ചില ഫോട്ടോസ് ഒക്കെ ഈ ഒരു അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായ സമയത്ത് പ്രചരിക്കപ്പെട്ടിട്ടുണ്ടായി. ഈ അതിജീവിതകൾ തന്നെ ഈ ഹണി ഭാസ്കറിനെ പോലുള്ള ഇവരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായി. ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നായിരുന്നു. അറസ്റ്റ് ചെയ്തതിൽ നന്ദി, താങ്കളെ ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന്. അതെ, അത് ഗണേശനെ ചേർത്ത് പിടിച്ച് വേണം ചെയ്യാൻ. കാരണം ഗണേശന് സരിതാ നായരിലെ ഒരു കുട്ടി, ഇല്ലീഗലായിട്ടുള്ള ഒരു കുട്ടിയും കൂടി ഉണ്ടല്ലോ. എത്ര കുട്ടികളുണ്ട് ഗണേശനുണ്ടെന്ന് നമുക്കെന്നെ അറിയില്ല. തൃപ്പൂണിത്തറ ഒരു CPM വനിതാ നേതാവിലെ ഒരു കുട്ടിയുണ്ടെന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു ഫോറസ്റ്റ് ഓഫീസറിലെ ഒരു കുട്ടിയുണ്ടെന്ന് പറയുന്നുണ്ട്. അത് നാട്ടിൽ എത്ര കുട്ടികളുണ്ടെന്ന് അദ്ദേഹത്തിന് പോലും അറിയാത്തൊരു ആളാണെന്നാണ് പ്രചരണം. എനിക്കറിയില്ല. എന്തായാലും ഒരു കുട്ടി ഉണ്ടെന്ന് കൺഫേം ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളപ്പരാതി ഉണ്ടാക്കാൻ പിണറായിയോടൊപ്പം നിന്ന് ഇവര് സരിതാ നായരും കൂടി ചേർന്ന് 10 കോടി കൊടുത്ത് അങ്ങനെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ മനുഷ്യനെ, നീതിമാനായ മനുഷ്യനെ ഒരു ലൈംഗിക കേസിൽ കുടുക്കി വേട്ടയാടി നശിപ്പിച്ച ഒരാളാണ് എന്ത് പറഞ്ഞത്?
ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് പറ്റിയ ആളാണ്. അപ്പൊ പിണറായി ഇതിൻ്റെ അകത്ത് പ്രതിയായി നാളെ ശിക്ഷിക്കപ്പെട്ടാൽ അതിനകത്ത് അതിശയം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹത്തിന് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രി MLA-മാരുടെ നേതാവാണ്, രാഷ്ട്രീയം വേറെ. അല്ല, അതിജീവിതകളോട് ഞാൻ ശരിക്കും ചോദിക്കുന്നത് പിണറായി വിജയന് സ്നേഹമുണ്ടോ? അതിജീവിതയോടുള്ള സ്നേഹമല്ല, പിണറായി വിജയനെ സംബന്ധിച്ചത് ആരോടും സ്നേഹമില്ലാത്തൊരു മനുഷ്യൻ. ആരുപയോഗിച്ച് മറ്റാരെ നശിപ്പിക്കാം, ഇവരെങ്ങനെ നശിക്കുന്നു, നാളെ ഇവരെങ്ങനെ ഇല്ലാതാകുന്നു എന്നുള്ളതല്ല, തിരിച്ചടി അവർക്ക് കിട്ടുന്നതല്ല. ഭരണം പിടിക്കാൻ ഏത് ഹീനമായ മാർഗം ഉപയോഗിക്കുന്നുള്ളതുകൊണ്ടല്ലേ ഉമ്മൻചാണ്ടിയെ കള്ളക്കേസിൽ പിടിക്കിയത്. അതിന്റെ അതേപോലെ ഒരു സംഭവം എടുത്ത് പയറ്റി നോക്കിയതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ രാഹുൽ മാങ്കൂട്ടം തിരിച്ച് പണി കൊടുത്താൽ പിണറായി വിജയൻ അടക്കം അകത്താണ്, ഈ 3 അതിജീവിതകളും അകത്താണ്. മാത്രമല്ല ഓരോരുത്തരെടുത്തുനിന്നും 10-20 കോടി വീതം നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്താൽ അവർ കൊടുക്കേണ്ടി വരും. എന്തായാലും ഫെനി നൈനാൻ ഇതിൽ പറയുന്നുണ്ട്, നിഷേധിച്ചു കഴിഞ്ഞാൽ, അതായത് 2025 ഈ 3ാമത്തെ അതിജീവിതയെ റിനി ആൻഡ് ജോർജ് കണ്ടു എന്ന രേഖയാണ് ഫെനി നൈനാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനെ റിനി നിഷേധിച്ചു കഴിഞ്ഞാൽ ബാക്കി പിന്നീട് എന്ന് പറയുന്നുണ്ട്. നിഷേധിച്ചു, അപ്പൊ ബാക്കി പിന്നീട് വരികയാണോ? അതെ, തീർച്ചയായിട്ടും ഫെനി നൈനാൻ പറഞ്ഞിരിക്കുന്നതിന്റെ സാരാംശം എന്ന് പറയുന്നത്, ഈ റിനി ആർ ജോർജും ഈ അതിജീവിതയും തമ്മിലുള്ള ചാറ്റുകൾ ആര് അയച്ചു കൊടുത്തിട്ടുണ്ട്? ആ 3ാമത്തെ അതിജീവിത ആർക്ക് ഫെനി നൈനാൻ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ രേഖ പുറത്തുവിട്ടാൽ, ആ രേഖ പോലീസിന് കൊടുത്താൽ റിനി ആർ ജോർജ് അകത്താവും. 10 വർഷം ജയിലിനകത്തായിരിക്കും. കാരണം 10 വർഷം ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് ചെറിയ കുറ്റമല്ല. എന്തായാലും പിണറായി വിജയന് അവസാന കാലഘട്ടത്തിൽ പെണ്ണ് കേസ് കൊണ്ടുവന്ന് തിരിച്ചടി കിട്ടേണ്ട ഒരു ഗതികേടാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. 1ാം പ്രതി പിണറായി വിജയനാണ്, 2ാം പ്രതി P ശശി ആയിരിക്കാം, പക്ഷെ മുഖം കാണുന്നത് പിണറായി വിജയനാണല്ലോ. അദ്ദേഹമുള്ള ആഭ്യന്തരമന്ത്രി. P ശശി ആഭ്യന്തരമന്ത്രി അല്ലല്ലോ. P ശശി എന്ത് വൃത്തികേട് കാണിച്ചാലും അതിന്റെ എല്ലാ വൃത്തികേടും മുഖത്ത് ചാഞ്ഞ് കിടക്കുന്നത്, ചായം വരണ്ടുന്നത് പിണറായി വിജയന്റെ മുഖത്താണ്. ആ വൃത്തികെട്ട മുഖമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.